ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം ഇന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ജൂനിയർ സൂപ്രണ്ട് പി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. വാർഷിക ബജറ്റ് അവതരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ യോഗത്തിന്റെ ബജറ്റ് ആമുഖ പ്രഭാഷണം നടത്തുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ഈ ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് മുന്നിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ വൈസ് പ്രസിഡന്റായ ശ്രീമതി റജി പുളിക്കൽ അവർകളാണ്. ശ്രീമതി റജി പുളിക്കലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 കാലയളവിലായി തുടർ പ്രവർത്തനങ്ങളായി നടത്തി വന്ന ചില കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു അവലോകനം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭരണസമിതി അധികാരമേറ്റപ്പോ ആദ്യമായി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് ഭവനരഹിതരായ ആളുകൾക്ക് പൂർണ്ണമായും ഭവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ്. അക്കാര്യത്തില് ഭരണസമിതി മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുവെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ലൈഫ് 2020 ലിസ്റ്റ് വന്നത് ഞങ്ങള് ചുമതലയേറ്റതിന് ശേഷമാണ്. ഭവനരഹിതരായി 416 പേരും ഭൂരഹിത ഭവനരഹിതരായി 109 പേരുമായിരുന്നു ആദ്യ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഈ 109 പേരില് 17 പേര് സ്വന്തമായി ഭൂമി ആർജിച്ചു. അങ്ങനെ 433 പേരാണ് ഭൂമിയുള്ള ഭവനരഹിതരായി ചെറുപുഴ പഞ്ചായത്തില് ലൈഫിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ 433 പേരില് 417 വീടുകൾ പൂർത്തിയായി. 9 വീടുകൾ പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അങ്ങനെ 426 കുടുംബങ്ങൾക്ക് വീട് നൽകുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് വെക്കാൻ ബാക്കിയുള്ള 7 പേരാണുള്ളത്. അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ 7 പേര് കൂടി എഗ്രിമെന്റ് വെച്ചാൽ 3 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ അനുഭവം. 7 പേര് കൂടി എഗ്രിമെന്റ് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതിയില് ഭവനരഹിതരായിരുന്ന 100% ആളുകൾക്കും വീട് നൽകാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂരഹിത ഭവനരഹിതരെ സംബന്ധിച്ച് 109 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 17 പേര് സ്ഥലം സ്വന്തമായി വാങ്ങി അടുത്ത ലിസ്റ്റിലേക്ക് മാറിയവരാണ്. അവശേഷിക്കുന്ന 92 പേരെയും ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. പക്ഷെ 50 പേര് മാത്രമാണ് ആ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളൂ. എല്ലാവരെയും ബന്ധപ്പെട്ട് അറിയിച്ചതാണ്. ബഹുമാനപ്പെട്ട മെമ്പർമാർ വഴിയായിട്ടും ഓഫീസിൽ നിന്ന് വിഇഒമാർ വഴിയായിട്ടും ഒക്കെ അറിയിച്ചതാണെങ്കിലും 50 പേര് മാത്രമാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഈ 50 പേരില് അർഹതയുള്ളവർ 33 പേരാണ്. ബാക്കി 17 പേർക്ക് സ്ഥലമില്ല എന്ന പ്രസ്താവന നടത്താൻ കഴിയുന്നുണ്ടെങ്കിലും സ്ഥലമില്ല എന്ന് പൂർണ്ണമായും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇവരിൽ ചിലർക്കൊക്കെ കുടുംബസ്വത്തായിട്ടൊക്കെ സ്ഥലമുള്ള ആളുകളാണ്. സ്വന്തം പേരിലായിരിക്കില്ല. ആ റേഷൻ കാർഡിൽപ്പെട്ട ആർക്കെങ്കിലുമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ ഒഴിഞ്ഞു പോയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 2021 നിലവിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നു. 2025 ഏപ്രിലിൽ ആരംഭിച്ച് 2026 മാർച്ച് 31 അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും സൂക്ഷ്മതയോടെയും യാഥാർത്ഥ്യബോധത്തോടെയും കണക്കാക്കി തയ്യാറാക്കിയ
2025-26 വർഷത്തെ ബജറ്റ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ടെത്താൻ കഴിയുന്ന പരമാവധി വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും ആ വിഭവങ്ങളെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന വിധത്തിൽ വിന്യസിക്കുന്നതിനും ബജറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികളും ദൈനംദിന ചെലവുകളും നടത്തുന്നതിനും മറ്റ് അനിവാര്യ ചുമതലകൾ നിറവേറ്റുന്നതിനും സർക്കാർ ഗ്രാന്റുകളും പഞ്ചായത്തിന്റെ തനത് വരുമാനവും വിനിയോഗിച്ചു വരുന്നു. ഗ്രാന്റുകളിൽ പ്രധാനപ്പെട്ടവ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്ന വികസന ഫണ്ട് ജനറൽ, പട്ടികജാതി വികസന ഫണ്ട്, പട്ടികവർഗ വികസന ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, റോഡ് മെയിന്റനൻസ് ഗ്രാന്റ്, നോൺ റോഡ് മെയിന്റനൻസ് ഗ്രാന്റ്, ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവയാണ്. കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകളും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അങ്കണവാടി പോഷകാഹാരം എന്നിവയും ലഭ്യമാകുന്നു. പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിന്റെ സിംഹഭാഗവും ലഭ്യമാകുന്നത് കെട്ടിട നികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ് എന്നിവയിലൂടെയാണ്. സിവിൽ രജിസ്ട്രേഷൻ ഫീസ്, കെട്ടിട നിർമ്മാണ അനുമതി, ലേല വരവ്, കെട്ടിട വാടക എന്നിവയും പ്രധാന തനത് വരുമാന സ്രോതസ്സുകളാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ യഥായോഗ്യം വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഗ്രാമപഞ്ചായത്ത് ബദ്ധശ്രദ്ധമാണ്. ജനങ്ങൾക്ക് സാമ്പത്തിക ഭാരം അനുഭവപ്പെടാതെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം ഈടാക്കി വരുന്നു. തനത് വരുമാനത്തിന് മുതൽക്കൂട്ടാകുന്ന മുഴുവൻ നികുതികളും ഫീസുകളും അർഹരായവരുടെ മേൽ ചുമത്തപ്പെടുന്നുവെന്നും ചുമത്തപ്പെട്ടവ മുഴുവൻ പിരിച്ചെടുക്കുന്നു എന്നും ഉറപ്പുവരുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് സവിശേഷ ശ്രദ്ധ കൊടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനുള്ള ലൈവ് ഭവന പദ്ധതിക്ക് ഈ ബജറ്റിൽ 5 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണ പദ്ധതിക്കായി 1 കോടി രൂപയും നീക്കിവച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 45 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ കാർഷിക പദ്ധതികൾക്ക് 37,30,000 രൂപയും മൃഗസംരക്ഷണത്തിന് 13,42,600 രൂപയും പാൽവില സബ്സിഡിക്കായി 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കഠിനമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സ്ഥിരമായി മരുന്നാവശ്യം വരുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനായി 5 ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുന്നു. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങുന്നതിനായി 41 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. സേവന മേഖലയിൽ വയോജനക്ഷേമത്തിന് 14,95,600 രൂപയും വനിതാ വികസനം, ശിശുക്ഷേമം പദ്ധതികൾക്കായി 30 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി 14,95,600 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 17,96,000 രൂപയും പട്ടികവർഗക്ഷേമത്തിന് 30,91,000 രൂപയും നീക്കിവച്ചിരിക്കുന്നു. പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകൾ, കെട്ടിടങ്ങൾ, വീട് വികസനത്തിന് മെയിന്റനൻസ് റോഡ് 3,74,000 രൂപയും നോൺ റോഡ് ഇനത്തിൽ 7,03,000 രൂപയും വകയിരുത്തുന്നു. ഗ്രാമീണ വികസനത്തിനുള്ള പ്രത്യേക പരിപാടികളിൽ ജൈവ വൈവിധ്യ പരിപാലനം, മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ദരിദ്ര കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കൽ, ശുചിത്വ സംവിധാനങ്ങളായ സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് തുടങ്ങിയവയുടെ നിർമ്മാണം, മൃഗസംരക്ഷണത്തിനാവശ്യമായ കൂട് നിർമ്മാണം, പുൽകൃഷി വ്യാപനം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ, പശ്ചാത്തല മേഖലയിലെ റോഡ്, ഓട, കലുങ്കുകൾ മുതലായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വിവിധ സംയോജിത പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനുമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 കോടി രൂപ വകയിരുത്തുന്നു. 48,17,14,521 രൂപ വരവും 46,49,59,800 രൂപ ചെലവും 1,67,54,721 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന 2025-26 ബജറ്റിന്റെ വിശദവിവരങ്ങൾ ഇവിടെ അവതരിപ്പിക്കട്ടെ. 1,20,00,000 രൂപ. തൊഴിൽ നികുതി 41 ലക്ഷം. ആകെ നികുതി വരവുകൾ 1,61 ലക്ഷം. നികുതിയേതര വരവുകൾ വാടക 23 ലക്ഷം. രജിസ്ട്രേഷൻ ഫീസ് പാരാമെഡിക്കൽ ഹോസ്പിറ്റൽ 2,000. ലൈസൻസ് ഫീസ് 6 ലക്ഷം. KPBR പെർമിറ്റ് ഫീസ് 40 ലക്ഷം. പെനാൽറ്റി ഫൈൻ 4 ലക്ഷം. മറ്റു ഫീസുകൾ ആപ്ലിക്കേഷൻ ഫീ ജമ മാറ്റൽ 35,000. സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് 50,000. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 80,000. ഫോറം വിൽപ്പന 5 ലക്ഷം. ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പന 54,000. ജനറൽ പർപ്പസ് ഫണ്ട് 2,14,70,000. ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ 6 ലക്ഷം. മറ്റു വരവുകൾ 5 ലക്ഷം. ആകെ നികുതിയേതര വരവ് 3,05,91,000 രൂപ. നോൺ പ്ലാൻ ഗ്രാന്റ്
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 15 കോടി, ശിശുക്ഷേമം കേന്ദ്രവിഹിതം 15 ലക്ഷം, ദേശീയ വാർദ്ധക്യകാല പെൻഷൻ 5 കോടി, വിധവാ പെൻഷൻ 2 കോടി, വികലാംഗ പെൻഷൻ 80 ലക്ഷം, കർഷക തൊഴിലാളി പെൻഷൻ 1 കോടി 25 ലക്ഷം, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ 1 കോടി, വിധവകളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായം 2 ലക്ഷം, ശുചിത്വ മിഷൻ പദ്ധതി 5 ലക്ഷം, കേരളോത്സവം 2 ലക്ഷം, മറ്റുള്ളവ 20 ലക്ഷം, നോൺ പ്ലാൻ ഗ്രാന്റ് ആകെ 24 കോടി 59 ലക്ഷം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ജോയി, എം ബാലകൃഷ്ണൻ എന്നിവരും വിവിധ വാർഡുകളിലെ മെമ്പർമാരും സംസാരിച്ചു. ഒരു സംക്ഷിപ്തമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ കണക്കിന്റെ സംക്ഷിപ്തം ഇവിടെ തന്നു. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അധ്യക്ഷന്റെ ആമുഖ പ്രസംഗത്തിലും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശദമായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന സൂചികയാണ്. നമ്മുടെ ചെറുകിട പഞ്ചായത്ത് അതിനെന്തെല്ലാം നമ്മുടെ വരുമാനങ്ങൾ, അടുത്ത ഭാവിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് എത്ര പൈസ നമുക്ക് വേണം, അതെന്തിനൊക്കെ ചെലവഴിക്കണം, എത്ര പൈസ വരവ്, എത്ര ചെലവ്, എത്ര മിച്ചം എന്നതൊക്കെ കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിക്കാം എന്നതാണ് ഈ ബഡ്ജറ്റ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഫലമായി പശ്ചാത്തല മേഖല, അതുപോലെ തന്നെ ഉൽപാദന മേഖല, സേവന മേഖല, ഈ മൂന്ന് മേഖലയിലും നമ്മുടെ പഞ്ചായത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് 76 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ സങ്കീർണമായ അവസ്ഥ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങൾ ഏറ്റവും രൂക്ഷമായി വരുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഉൽപാദന മേഖല, കാർഷിക മേഖല, ആ കാർഷിക മേഖല പല കാരണം കൊണ്ട് മുന്നോട്ടിരിക്കുന്നൊരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മൂന്ന് മേഖല ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.